തൃശ്ശൂരുകാർക്ക് പറ്റിയ അവസ്ഥ ഓർത്താൽ എല്ലാവർക്കും നല്ലത് എന്ന് എനിക്ക് പറയാനുണ്ട്. മനുഷ്യനെ വീട്ടിൽ കയറ്റാതെ പട്ടി അഴിച്ചു വിടുന്ന DGP-കളെ മത്സരിക്കുക. വീട്ടിന്റെ അടുത്ത് ചെന്നാൽ പട്ടി അഴിച്ചു വിടും. അകത്ത് 12 പോലീസുകാർ അകത്ത് കയറിയാൽ ഇവരൊക്കെ ജീവിതത്തിലെ എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിച്ചു കഴിഞ്ഞു. ഇവരിനി എന്ത് സേവനം നമുക്ക് ചെയ്യാനാണ്? ജോലി ചോദിച്ചണക്ക് പട്ടി എത്തി കിടന്നാൽ ആര് പോവും? ഇവരാരും പോവും? ഞാൻ ഒന്നും പറയുന്നതല്ല, ഞാൻ പറയുന്നത് വേറൊന്നുമല്ല, ഞാൻ സത്യമല്ലേ പറയുന്നത്. 12 പോലീസുകാരെ കാവലിട്ട് ഈച്ച പോലും വീട്ടിൻ്റെ ഉള്ളിൽ കയറരുതെന്ന് ആഗ്രഹിച്ച് ജീവിച്ചിരുന്ന ആളുകൾ ഇപ്പോഴെന്ത് താഴോട്ട് വന്നിരിക്കുന്നു എന്ന് ആലോചിക്കുമ്പോൾ സത്യത്തിൽ സന്തോഷമുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് പലപ്പോഴും പല മഹാന്മാരെയും ജനങ്ങളുടെ നടുക്കോട്ട് ഇറക്കിക്കൊണ്ടിരിക്കും. ഒരു ശിക്ഷ കൂടിയാണ് ചിലരുടെ ജീവിതത്തിൽ മനുഷ്യനെ ബന്ധപ്പെടാതെ, മനുഷ്യനെ കണ്ടാൽ ചിരിക്കാതെ, മനുഷ്യനെ കണ്ടാൽ മാറ്റി നിർത്തുന്ന, മനുഷ്യൻ സ്വന്തം കാര്യമല്ലാതെ മറ്റൊന്നുമില്ലാത്ത ആളുകളെ ഇങ്ങനെയുള്ള വേഷം കെട്ടി ഇറക്കുന്നത് ഒരു ദൈവത്തിന്റെ പ്രതികാരം, ഒരു ദൈവശാസ്ത്രയായി ഞാൻ പറയാം, ഒരു ദൈവത്തിന്റെ പ്രതികാരമായി ഞാൻ കാണുകയാണ്. അവർക്കും വരേണ്ടി വന്നല്ലോ എന്നെ ഒന്ന് സഹായിക്കും. ഒന്നുമില്ലേലും DGP ഇറങ്ങി നമ്മളെ ഒന്ന് സഹായിക്കണം, ഒരു വോട്ട് തരണം എന്ന് പറയുന്ന കാണാനുള്ള മഹാഭാഗ്യം ഉണ്ടാക്കി തന്നതിൽ നന്ദിയുണ്ട്. ഏതായാലും അതൊക്കെ അങ്ങനെ പല തമാശകളും തെരഞ്ഞെടുപ്പ് കാലത്ത് കാണാം. അങ്ങനെ പല തമാശകൾ തൃശ്ശൂരുകാർക്ക് പറ്റിയ അവസ്ഥ ഓർത്താൽ എല്ലാവർക്കും നല്ലത് എന്ന് എനിക്ക് പറയാനുണ്ട്. ഞാൻ എടുത്ത് പറയാണ്, അതുപോലുള്ള സാധനങ്ങൾ ഇനി ഇറങ്ങും. അത് വേറെ ലോകത്താണ്. നമ്മളിപ്പോൾ എയിംസ് എവിടം വരെ എത്തിയെന്ന് അറിഞ്ഞില്ല. തിരുവനന്തപുരത്തിന് മാത്രം എയിംസ് ഇല്ല, അതെന്താണെന്ന് എനിക്കറിയത്തില്ല. ഇതുവരെ തിരുവനന്തപുരത്തിന് മാത്രം എയിംസ് ഇല്ല. ആലപ്പുഴയ്ക്ക് കിട്ടി, പിന്നെ തൃശ്ശൂരിന് കിട്ടി, പാലക്കാടിന് കിട്ടി, കോഴിക്കോടിന് കിട്ടി, കണ്ണൂരിനും കിട്ടിയെന്ന്, കാസർഗോഡ് കിട്ടിയെന്ന് പറയുന്നു. തമിഴ്നാടിനും കൊടുക്കുമെന്നാണ്. ഇവിടെ ഇപ്പൊ വളരെ വ്യാപകമായ വിതരണമാണ്. കാരണം ഇതിങ്ങനെ പെട്ടിക്കകത്ത് വെച്ചിരിക്കുകയാണ്. നമ്മളിങ്ങനെ പണ്ടൊക്കെ ആൾക്കാർ വരും, മീൻ എന്നൊക്കെ വിളിക്കത്തില്ലേ വണ്ടി, അതുപോലെ മീൻ കച്ചവടത്ത് വരുന്ന പോലെ എയിംസ് റെഡി, എവിടെ എയിംസ് വേണോ എയിംസ് റെഡി, എവിടെ വേണോന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിൽ വരെ സ്ഥലം കണ്ടുവച്ചു വരും. എയിംസിന് സ്വന്തമായിട്ട് വല്ല സ്ഥലം ഉണ്ടോ എന്ന് അറിഞ്ഞൂടെ, കൊടുക്കാനായി ചിലപ്പോൾ അറിയാം, വിലയ്ക്ക് കൊടുക്കാനേ, ഫ്രീ ആയിട്ട് കൊടുക്കാനല്ല. ഇതൊക്കെ കണ്ട് നമ്മൾ ചിരിക്കാൻ എന്ത് പറയാനാണ്? തൃശ്ശൂരുകാരെ പറ്റി ഞാൻ ഒരിക്കലും കുറ്റം പറയാം. അവർ ഇതൊക്കെ ഒരു തമാശയായിട്ട് കാണുന്ന മിടുക്കന്മാരാണ്. കാരണം എപ്പോഴും അവർ വോട്ട് ചെയ്യുന്നതിലൊരു തമാശയുണ്ട്. അവരിതൊരു തമാശ കണ്ടുകൊണ്ട് ഇതിനെ കോമഡി കണ്ടിട്ട് വോട്ട് ചെയ്തതാണ്. അല്ലാതെ തൃശ്ശൂരുകാർക്ക് പശ്ചാത്താപമില്ല. കാരണം വെച്ചാൽ ഞങ്ങളൊരു തമാശയ്ക്ക് ഒരു വോട്ട് ചെയ്തു എന്നതിനപ്പുറത്തേക്ക് അവർക്ക് വേറെ കാര്യമൊന്നുമില്ല. അവരത്രേ കണ്ടിട്ടുള്ളൂ എന്നുള്ളതാണ്. ഈ ഒരു തട്ടിപ്പ് പരിപാടികൾ ഇതൊക്കെ നമ്മൾ കുറേ ഇവിടെ എന്തൊക്കെയായിരുന്നു. ഇവിടുന്ന് ഒരു MP, പ്രധാനമന്ത്രി തന്നെ പറയും, ഇവിടുന്ന് ഒരു MP പാർലമെന്റിൽ തന്നാൽ ഇവിടെ പൊങ്കാവനമാക്കുമെന്നാണ്. പിന്നെന്താ 8 കേന്ദ്രമന്ത്രിമാർ വട്ടം നിൽക്കുമെന്നാണ്. ഏതാ തൃശ്ശൂരത്തെ MP-യുടെ ചുറ്റും 8 കേന്ദ്രമന്ത്രിമാർ വട്ടം നിൽക്കുമെന്നാണ്.